അതിവിശുദ്ധമായ നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യപ്രകാരം പറയുന്നു: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ വചനം പ്രകാരം പറയുന്നു: ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നുണ്ട്, ശരി തന്നെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ഹല്ലേലൂയ അല്ലെങ്കിൽ എന്നോട് അപേക്ഷിക്കുന്നുണ്ട്, ഒക്കെ ഞാൻ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഹൃദയം എന്നിൽ നിന്ന് അകറ്റി വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്: നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്ക് മാംസളമായ ഹൃദയം തരും. നമുക്ക് ദൈവത്തെ പലപ്പോഴും നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആഴത്തിൽ ദൈവവുമായിട്ട് പലർക്കും ബന്ധങ്ങൾ ഇല്ല, അല്ലേ? നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്ന ഒരു സഹായകൻ, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരു ATM പോലെ ആണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുക, നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന, മനുഷ്യൻ പഠിപ്പിക്കുന്നത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിശ്വാസം. ദൈവം എന്താണ് പറയുന്നത്, ദൈവവചനം എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ല. നിങ്ങളുടെ ഹൃദയം അതിനോട് അകന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് പറഞ്ഞത് സത്യമല്ലേ? ഹല്ലേലൂയ. നമുക്കതൊന്ന് സമ്മതിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ ദേശത്തിൻ്റെ മേലൊക്കെ വെളിപ്പെടേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ വ്യർത്ഥമായ ഭക്തിയെ മുറുകെ പിടിച്ച്, നമ്മുടെ ജൽപ്പനങ്ങളെ മുറുകെ പിടിച്ചിരിക്കാതെ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, ദൈവത്തിൻ്റെ ആജ്ഞകൾ എന്താണോ അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരായി, വീരന്മാരായി, ദൈവപ്രവൃത്തി തികയ്ക്കുന്ന ജനമായി നമുക്ക് മാറാം. അതിന് നമ്മളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവാൻ ദൈവമേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങ് തന്ന ദാനമായി തന്ന ദിവസത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് നന്ദി ചൊല്ലുന്നു പിതാവേ. അപ്പച്ച, ഇന്ന് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള ഓരോരുത്തരെയും, ഓരോ സഹോദരങ്ങളെ പേരുപേരായി, കുടുംബമായി, ദേശമായി, രാജ്യങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സമാധാനം വ്യാപരിക്കട്ടെ. അങ്ങയുടെ സമൃദ്ധി വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ. കർത്താവെ, ഓരോ തലമുറകളെയും കർത്താവെ അങ്ങ് ബ്ലെസ്സിങ് ആക്കി മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബജീവിതങ്ങളും അനുഗ്രഹിക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കട്ടെ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ഓരോ കുടുംബത്തിൻ്റെ മേലും ഇന്ന് കാലം വെളിപ്പെടട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.